ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മൂന്നാമത് കർണാട്ടിക് വാറാണ്. കർണാട്ടിക് വാർ തേർഡ് ആണ് ഇന്നത്തെ ലെസണിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. കർണാട്ടിക് വാർ തേർഡ്. അപ്പോൾ നിങ്ങൾ നമ്മൾ മുമ്പ് ഡിസ്കസ് ചെയ്ത രണ്ട് ക്ലാസ്സുകളും കർണാട്ടിക് വാർ ഒന്നും കർണാട്ടിക് വാർ രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ അത് കണ്ടതിന് ശേഷം മാത്രം കർണാട്ടിക് വാർ തേർഡ് കാണുക. ഓക്കെ. അപ്പൊ ഫ്രഞ്ചും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിൽ ഉണ്ടായിരുന്ന ഇന്ത്യയിൽ വെച്ച് നടന്നിട്ടുള്ള കർണാട്ടിക് പ്രദേശത്ത് നടന്നിട്ടുള്ള യുദ്ധങ്ങളാണ് കർണാട്ടിക് വാർ എന്ന് പറയുന്നത്. അത് പ്രധാനമായിട്ടും മൂന്നെണ്ണമാണ്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി മൂന്നാമത് കർണാട്ടിക് വാർ സംഭവിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ മൂന്നാമത്തെ കർണാട്ടിക് വാറിലേക്ക് വരുമ്പോൾ ഇവിടെ ഫ്രഞ്ച് സേനയെ നയിച്ചിരുന്നത് ആരാണ്? മൂന്നാമത്തെ കർണാട്ടിക് വാറിൽ ഫ്രഞ്ച് സേനയെ നയിച്ചിരുന്നത് ആരാണ്? ബ്രിട്ടന്റെ സേനയെ നയിച്ചിരുന്നത് ആരാണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഫ്രഞ്ച് സേനയെ നയിച്ചിരുന്നത് കൗണ്ട് ഡി ലാലി എന്ന് പറയുന്ന സേനാധിപതിയായിരുന്നു കൗണ്ട് ഡി ലാലി. എന്നാൽ ബ്രിട്ടന്റെ സേനയെ നയിച്ചിരുന്നത് ഐർ റൂട്ട് ആയിരുന്നു. ഐർ റൂട്ടായിരുന്നു. ഓക്കെ. ഇവർ രണ്ടുപേരും ആണ് ഈ രണ്ട് സൈന്യത്തെ നയിച്ചു വന്നിട്ടുണ്ടായിരുന്നത്. ഇത് എവിടെ വെച്ചാണ് നടന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യുദ്ധം നടക്കുന്നത് വാൻഡി വാഷ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ടാണ്. വാൻഡി വാഷ്. ഈ വാൻഡി വാഷ് എന്ന് പറയുന്നത് തമിഴ്നാട്ടിലെ ഒരു പ്രദേശമാണ്. തമിഴ്നാട്ടിലെ പ്രദേശമാണ് ഈ വാൻഡി വാഷ്. അപ്പൊ തമിഴ്നാട്ടിലെ വാൻഡി വാഷിൽ വെച്ചിട്ടാണ് മൂന്നാമത്തെ കർണാട്ടിക് വാർ നടക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ. എങ്ങനെയാണ് ഈ വാൻഡി വാഷ്? തമിഴ്നാട്ടിലെ വന്തവാശി എന്ന് പറയുന്ന സ്ഥലമാണ് എന്തായിട്ട് മാറിയത്? പിന്നീട് വാൻഡി വാഷ് ആയിട്ട് മാറിയത്. ഇംഗ്ലീഷുകാർ അതിനെ വന്തവാശിയെ വാൻഡി വാഷ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ പ്രദേശത്താണ് നമ്മുടെ മൂന്നാമത് കർണാട്ടിക് വാർ ഫ്രഞ്ചുകാരും ബ്രിട്ടനും തമ്മിൽ നടക്കുന്നത് എന്ന് മനസ്സിലാക്കി വെക്കും. ഓൾറൈറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു പശ്ചാത്തലം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ 1756 1756 നമ്മളുടെ ബ്രിട്ടനിൽ 7th ഇയർ വാർ അഥവാ നമ്മുടെ സപ്തവത്സര യുദ്ധം ആരംഭിച്ചു. അതിനെ തുടർന്നിട്ടാണ് നമ്മുടെ ഈ കർണാട്ടിക് വാർ ഇവിടെ ഉണ്ടാകുന്നത്. 1756 നമ്മളുടെ യൂറോപ്പിൽ ഉണ്ടായ ഒരു പ്രധാനപ്പെട്ട യുദ്ധമാണ്. യൂറോപ്പിൽ പൊട്ടിപ്പുറപ്പെട്ട പ്രധാനപ്പെട്ട ഒരു യുദ്ധമാണ് സപ്തവത്സര യുദ്ധം. സപ്തവത്സര യുദ്ധം. ഇതിനെ തുടർന്നാണ് നമ്മുടെ മൂന്നാമത് കർണാട്ടിക് വാർ ഇന്ത്യയിൽ നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ഇവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടന്റെ കയ്യിൽ നിന്നും മദ്രാസ് പിടിച്ചെടുക്കാൻ ഫ്രഞ്ച് ഗവർണർ തയ്യാറെടുക്കുകയാണ്. ബ്രിട്ടന്റെ കയ്യിലാണ് എന്തുള്ളത്? നമ്മളുടെ മദ്രാസ് പ്രവിശ്യയുള്ളത്. ബ്രിട്ടന്റെ കയ്യിൽ നിന്നും മദ്രാസ് പിടിച്ചടക്കാൻ ആര് വരികയാണ്? നമ്മുടെ ഫ്രഞ്ച് ഗവർണർ തയ്യാറെടുക്കുകയാണ്. അപ്പൊ ഫ്രഞ്ച് ഗവർണർ മദ്രാസിന്റെ ഭരണം ബ്രിട്ടനിൽ നിന്നും പിടിച്ചെടുക്കാൻ വേണ്ടി വരികയാണ് ചെയ്യുന്നത്. ഓക്കെ. അങ്ങനെ 1760 എന്ത് സംഭവിക്കുന്നത്? നമ്മളുടെ ഈ ഒരു വാൻഡി വാഷിൽ വെച്ചിട്ട് ഈ യുദ്ധം നടക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. 1760 വാൻഡി വാഷിൽ വെച്ചിട്ട് ഫ്രഞ്ച് സേനയും ബ്രിട്ടീഷ് സേനയും തമ്മിൽ ഈ യുദ്ധം നടക്കുകയാണ് ചെയ്യുന്നത്. ഫ്രഞ്ചും ബ്രിട്ടീഷും തമ്മിൽ ഈ സപ്തവത്സര യുദ്ധത്തെ തുടർന്ന് എന്ത് നടക്കുകയാണ്? നമ്മളുടെ ഈ വാൻഡി വാഷ് യുദ്ധം 1760 നടക്കണം. കർണാട്ടിക് യുദ്ധം വാൻഡി വാഷിൽ വെച്ചിട്ട് നടക്കുകയാണ്. ഓക്കെ. അവിടെ വെച്ച് നടക്കുകയാണ്. അപ്പൊ ഇതുവരെ ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോ പിന്നീട് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന പോണ്ടിച്ചേരിയെ ബ്രിട്ടൻ അങ്ങ് പിടിച്ചടക്കുന്നു. എന്നാൽ മദ്രാസ് പിടിച്ചടക്കാൻ വന്ന ഫ്രഞ്ച് പരാജയം സംഭവിക്കുകയാണ് ചെയ്യുന്നത്. എന്താ സംഭവിച്ചത്? ഫ്രാൻസിന്റെ കൈവശം ഉണ്ടായിരുന്ന പോണ്ടിച്ചേരി എന്ന് പറയുന്ന പ്രദേശം ഈ യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടൻ പിടിച്ചടക്കുകയാണ് ചെയ്യുന്നത്. ബ്രിട്ടൻ അങ്ങ്
പിടിച്ചടക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രഞ്ച് ഇതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഫ്രഞ്ച് പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. പിന്നീട് ഈ സപ്തവത്സര യുദ്ധം 1763 ഈ സപ്തവത്സര യുദ്ധം അവസാനിക്കുകയാണ്. ഈ സപ്തവത്സര യുദ്ധം, യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം അവസാനിക്കുന്നു. ഈ യുദ്ധം അവസാനിച്ചതിനെ തുടർന്ന് പിന്നീട് ചില ധാരണയിൽ എന്ത് ചെയ്യാണ്, ഫ്രഞ്ചും അതുപോലെ തന്നെ ബ്രിട്ടനും തമ്മിൽ ചില ധാരണയോടുകൂടെ പിന്നീട് പ്രവർത്തിക്കുകയാണ്. ആ ധാരണ എന്താണെന്നുള്ളത് നമ്മളൊന്ന് പറയും. അപ്പോൾ ഇവിടെ മനസ്സിലാക്കേണ്ടത് ഈ സപ്തവത്സര യുദ്ധം അവസാനിക്കാൻ ഇടയായിട്ടുള്ള ഒരു ട്രീറ്റി ഉണ്ട്. ആ ട്രീറ്റിയാണ് പാരീസ് ട്രീറ്റി. പാരീസ് ട്രീറ്റി. അപ്പൊ പാരീസ് ട്രീറ്റിയെ തുടർന്ന് സപ്തവത്സര യുദ്ധം 1763 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെ ഇത് അവസാനിച്ചു. ഇതിനെ തുടർന്ന് ബ്രിട്ടന്റെ നിബന്ധനകളോട് കൂടെ ബ്രിട്ടൻ എന്ത് ചെയ്തു? ബ്രിട്ടന് നമ്മുടെ ഇന്ത്യയിൽ പിടിച്ചടക്കിയല്ലോ അല്ലെ, ഏത് നമ്മുടെ പോണ്ടിച്ചേരി. ഈ പോണ്ടിച്ചേരി ബ്രിട്ടൻ നിബന്ധനയോടുകൂടെ ഫ്രാൻസിന് വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത്. എന്തൊക്കെയാണ് നിബന്ധന എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫ്രഞ്ചിന്റെ അധികാരം പൂർണ്ണമായിട്ട് നിർത്തലാക്കി. അവരുടെ അധികാരം പൂർണ്ണമായിട്ട്, അവർക്ക് വേണമെങ്കിൽ കച്ചവടം മാത്രമായിട്ട് നടത്താം, പക്ഷെ അഡ്മിനിസ്ട്രേഷൻ അതുപോലെ തന്നെ പവർ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പൂർണ്ണമായിട്ട് നിർത്തലാക്കി കച്ചവടം മാത്രം അനുവദിച്ചു. മാത്രമല്ല, ഫ്രാൻസിന് സേനയെ രൂപീകരിക്കാൻ പാടില്ല എന്ന ഉപാധികളോടുകൂടെ, നിബന്ധനകളോടുകൂടെ നമ്മളെ പോണ്ടിച്ചേരി ബ്രിട്ടൻ ഫ്രാൻസിന് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ ആ യുദ്ധം അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് തേർഡ് വാൻഡി വാഷ് വാർ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് ഇപ്പൊ നമ്മളിവിടെ പഠിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, 2-3 കാര്യങ്ങളാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത്. ഒന്ന്, നമ്മളുടെ ഫ്രാൻസ് ഒന്ന് കൺക്ലൂഡ് ചെയ്യാണ്. ഫ്രാൻസ് എന്ത് ചെയ്യാണ്, ബ്രിട്ടനിൽ നിന്നും മദ്രാസ് പിടിച്ചടക്കാൻ വേണ്ടിയിട്ട് 1760 വാൻഡി വാഷിൽ വെച്ച് യുദ്ധം നടക്കുകയാണ്. വാൻഡി വാഷിൽ വെച്ചിട്ട് യുദ്ധം നടക്കുകയാണ്. ഇന്ന് എന്താ സംഭവിക്കുന്നത്? ഈ യുദ്ധത്തെ തുടർന്ന് ബ്രിട്ടന് ഫ്രാൻസിന്റെ പോണ്ടിച്ചേരി പിടിച്ചടക്കുക. അങ്ങനെ ഫ്രാൻസ് ഇതിൽ പൂർണ്ണമായിട്ടും പരാജയപ്പെടുന്നു. പിന്നീട് 1763 പാരീസ് ട്രീറ്റിയിലൂടെ യൂറോപ്പിലെ സപ്തവത്സര യുദ്ധം അവസാനിപ്പിക്കുകയാണ്. സപ്തവത്സര യുദ്ധം പാരീസ് ട്രീറ്റിയോടുകൂടെ അവസാനിപ്പിക്കുമ്പോൾ അതേ തുടർന്ന് ഇന്ത്യയിലും ഈ ബ്രിട്ടൻ ഫ്രാൻസ് തമ്മിലുള്ള യുദ്ധം അവസാനിക്കുകയാണ്. ഈ സപ്തവത്സര യുദ്ധം ആരംഭിക്കുന്നത് 1756 ഈ 1756 ആരംഭിച്ച ഈ സപ്തവത്സര യുദ്ധത്തിനെ തുടർന്നാണ് നമ്മളുടെ ഈ തേർഡ് കർണാട്ടിക് വാർ ഉണ്ടാകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, റൈറ്റ്? അപ്പോൾ അത് 1763 ആയപ്പോഴേക്കും പാരീസ് ട്രീറ്റിയിലൂടെ എന്ത് ചെയ്തു? ഈ സപ്തവത്സര യുദ്ധം അവസാനിച്ചു. അതിനെ തുടർന്ന് നമ്മുടെ ഇന്ത്യയിലെ കർണാടക യുദ്ധവും അവസാനിക്കുകയാണ്. അപ്പോഴേക്കും ഫ്രാൻസ് പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഫ്രാൻസിനോട് ചില ഉപാധികൾ ബ്രിട്ടൻ വെക്കുകയാണ്. ആ വെച്ച ഉപാധികൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അധികാരം ഇവിടെ ഉപയോഗിക്കാൻ പറ്റൂല. ആ ധാരണ ഓക്കെ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പോണ്ടിച്ചേരി വിട്ടുതരാം, കച്ചവടം മാത്രമേ ഇവിടെ നടത്താൻ പറ്റുള്ളൂ എന്നുള്ള നിബന്ധന അവിടെ വെച്ചു. സേനയെ രൂപീകരിക്കാൻ പാടില്ല എന്ന നിബന്ധന വെച്ച് എന്ത് ചെയ്തു? ഈ കർണാടക യുദ്ധത്തോടുകൂടെ പരാജയപ്പെട്ട ഫ്രാൻസിനെ ഈ ഉപാധികൾ വെച്ച് നിയന്ത്രിച്ചു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അപ്പൊ അങ്ങനെ കർണാടക യുദ്ധം ഇതോടുകൂടെ അവസാനിക്കുകയാണ്. ഫ്രാൻസിന്റെ പൂർണ്ണമായിട്ടുള്ള സേന നഷ്ടപ്പെട്ടു. സൈന്യത്തെ രൂപീകരിക്കാൻ പറ്റില്ല, അഡ്മിനിസ്ട്രേറ്റീവ് പവറിലൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല. പിന്നെ അതേ തുടർന്ന് ഈ ഉപാധികളോടുകൂടെ അവർ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അങ്ങനെ ഈ 3-ാം വാൻഡി യുദ്ധത്തോടുകൂടി ഫ്രഞ്ചും ബ്രിട്ടനും തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. ഒടുവിൽ നമ്മുടെ ബ്രിട്ടന് വിജയികളായിട്ട് വന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനും പറ്റും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഭാഗത്ത് മനസ്സിലാക്കാൻ. താങ്ക് യു.